ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളോട് സുഖമായിരിക്കുന്നു. അപ്പോൾ എന്ത് സുഖമല്ലേ? സുഖവും ദുഃഖവും രണ്ടും കലർന്നതല്ലേ നമ്മുടെ ജീവിതം. സുഖമാണെന്ന് ചോദിച്ചാൽ സുഖം, ദുഃഖമാണെന്ന് ചോദിച്ചാൽ ദുഃഖം. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ചില ജന്മങ്ങളുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ശത്രുക്കളൊന്നും ഇല്ലെങ്കിലും ശത്രുക്കൾക്ക് പോലും നല്ലത് വരട്ടെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ല് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാട്ടോ. ഇന്ന് ഞാൻ കുക്കിങ്ങൊന്നും ആയിട്ടില്ല കേട്ടോ വന്നിരിക്കുന്നത്, ക്ലീനിങ് ആയിട്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ശീലങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ഫ്രഷ് ആയിരിക്കും കേട്ടോ. അതിപ്പോൾ ഏതൊരു ചെറിയ കിച്ചൺ, നമുക്കിപ്പോൾ വലിയ കിച്ചൺ വേണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉള്ള കിച്ചൺ നമ്മൾ അടുക്ക് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കുക്ക് ചെയ്യാനും പണിയെടുക്കാനും ഒക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പൊതുവേ നമുക്ക് ഈ കുക്കിങ്ങും പണിയൊന്നും ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരല്ലല്ലേ, എന്നാലും നമുക്കത് ചെയ്തല്ലേ പറ്റും. നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് നമ്മളെപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ട ഒരു സംഭവമാണ് നമ്മളെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പും. ഇത് ക്ലീനാക്കി വയ്ക്കാൻ നമുക്ക് ഒരു കഷ്ടപ്പാടുമില്ല. നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ പാത്രം കഴുകും, രാത്രിക്കലത്തെ പാത്രം കഴുകും. അപ്പോൾ നമ്മളവിടുത്തെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്യാസ് സ്റ്റൗവും ഡെയിലി തുടച്ച് പോയാലുണ്ടല്ലോ ക്ലീനായിരിക്കും നമ്മളെ ഗ്യാസ് സ്റ്റൗ. ഇപ്പം ഞാൻ വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഡെയിലി തുടയ്ക്കണ ഒരു ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നമ്മൾ വീക്കിലി ഡീപ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിലും നമ്മളെ ഗ്യാസ് സ്റ്റൗ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. ഞാൻ കാണിച്ച ക്ലോറക്സിൻ്റെ മൾട്ടി പർപ്പസ് സ്പ്രേ ആട്ടോ, നമുക്കെല്ലാ ക്ലീനിങ്ങിനും അത് യൂസ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് കൂട്ടിയിട്ട് കഴുകണേക്കാളും അപ്പം നമ്മൾ കഴിയുന്ന പാത്രങ്ങൾ കഴുകി വെച്ചാലുണ്ടല്ലോ നമുക്കതൊരു വലിയൊരു പണിയായിട്ട് കാണില്ല. മാത്രമല്ല നമ്മളെ കിച്ചണത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് ഇതുപോലുള്ള സ്പ്രേ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡെയിലി നമ്മളിങ്ങനെ സ്പ്രേ ഒന്നും യൂസ് ചെയ്ത് തുടയ്ക്കണമെന്നില്ല കേട്ടോ. പക്ഷെ തുടച്ചാൽ നല്ല സ്മെൽ, ഇതിന് നല്ല സ്മെല്ലാട്ടോ ഈ ഒരു സ്പ്രേക്ക്. ഇപ്പം ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയും നമ്മളെ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒഴിഞ്ഞ് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് സ്പ്രേ ചെയ്താൽ നല്ല ക്ലീൻ ആവും കേട്ടോ. പക്ഷേ ഈ വിനാഗിരി ചില സമയത്ത് ഒരു സ്മെല്ലൊരു മാതിരി സ്മെല്ലല്ലേ, ഇങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് സ്മെല്ലാട്ടോ. അപ്പോൾ ഈ സ്പ്രേ നമ്മൾ ഡെയിലൊന്നും യൂസ് ചെയ്യണ്ട. ഞാൻ ഡെയിലൊന്നും യൂസ് ചെയ്യാറില്ല, വീക്കിലി ഒക്കെ യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ എടുക്കണ കാരണം ഞാനിങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഞാൻ സാധാരണ വെറുതെ നമ്മളെ തുണി നല്ല വൃത്തിയുള്ള തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിരിക്കും. നമ്മൾ ഡെയിലി തുടയ്ക്കുന്ന ഭാഗമാണല്ലോ ഇതൊക്കെ. നമ്മൾ തുടയ്ക്കുമ്പോൾ എല്ലാതും എടുത്ത് അങ്ങോട്ട് തുടയ്ക്കുക. ഈ കൗണ്ടർ ടോപ്പുമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തുടയ്ക്കേണ്ട അപ്പം തുടച്ചു കൊടുക്കുക. ഈ ഒരു മിക്സി വാങ്ങിയിട്ട് 5 വർഷമായിട്ട്, പക്ഷേ വൈറ്റ് കളറായിട്ട് പോലും ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നത് എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഡെയിലി തുടയ്ക്കുന്നതുകൊണ്ടാണ്. എൻ്റെ മിക്സിക്ക് തന്നെ ചെറിയ ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതിന് ലീക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോൾ ഗ്രൈൻഡ് ചെയ്താലും അതിങ്ങനെ ഒലിച്ച് ഇതിൽക്ക് ഇറങ്ങും. പക്ഷെ ഞാനത് അപ്പം തന്നെ തുടച്ചെടുക്കണോണ്ട് അതിൻ്റെ അടയാളം ഒന്നും ഇതുമേൽ നിൽക്കണില്ല. നല്ല വൈറ്റ്, എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക് കളറിനേലും വൈറ്റ് കളറാട്ടോ നല്ലത്. ബ്ലാക്ക് ഇങ്ങനെ അടയാളം പോലെ നിൽക്കും, പക്ഷെ വൈറ്റ് കളർ തുടച്ച നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കൗണ്ടർ ടോപ്പ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം മിക്സി തുടച്ചെടുക്കുക. ഈ വയറൊന്നും അങ്ങനെ ഡെയിലി തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മിക്സി എപ്പോഴും തുടച്ചെടുക്കുക. മിക്സി തുടയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ചോപ്പറും കൂടെ തുടച്ച് കൊടുക്കും കേട്ടോ. എൻ്റെ ചോപ്പറിന് എനിക്ക് എൻ്റെ ഓൾ ഇൻ വൺ ഫേവറേറ്റാണ്. എൻ്റെ പകുതി പണി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്ത് ചോപ്പ് ചെയ്യാനും സുഖമാണ്. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങണ മറ്റേ നൂലുകൊണ്ട് വലിക്കുന്ന ഒരു ചോപ്പർ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ബെറ്റർ ആട്ടോ ഇങ്ങനത്തെ ഇലക്ട്രിക് ചോപ്പർ. പെട്ടെന്ന് പണി കഴിയും, കുറേ നേരിട്ട് വലിക്കൊന്നും വേണ്ട. അതിൻ്റെ നൂല് 1 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതും ഞാനിതിൻ്റെ ഒപ്പം തുടച്ച് വെക്കുന്നുണ്ട്. പിന്നെ അധികം ആരുടെയും കണ്ണിൽപ്പെടാത്തൊരു കാര്യമല്ലേ സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കൽ. മറ്റുള്ള ഭാഗമൊക്കെ നമ്മൾ തുടയ്ക്കെങ്കിലും സ്വിച്ച് ബോർഡ് അങ്ങനെ പൊതുവെ എല്ലാവരും ഇല്ല, ചിലരെങ്കിലും തുടയ്ക്കാതെ അങ്ങനെ ഇടലുണ്ട്. അപ്പോൾ അത് ഈ പഴയ സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ തുടയ്ക്കാൻ ഭയങ്കര പാടാട്ടോ. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് സ്വിച്ച് ബോർഡൊക്കെ നല്ല സുഖമായിട്ട് തുടച്ചെടുക്കാട്ടോ. പക്ഷേ നമ്മൾ ചിലപ്പോൾ കറി വെച്ച കൈ കൊണ്ടും കറി പിടിച്ച കൈ കൊണ്ടും മഞ്ഞപ്പൊടിയുടെ കൈ കൊണ്ടൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ല, അങ്ങനെ ചിലപ്പോൾ തൊട്ടുന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആ അടയാളമൊക്കെ ഈ സ്വിച്ച് ബോർഡ് മുതൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വീക്കിലി ഡെയിലൊന്നും, എല്ലാത്തിനും നമുക്ക് ഡെയിലി ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വീക്കിലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന തുണിയില്ല, ഇത് ഞാനിങ്ങനെ ഉണങ്ങിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക. കുറേ നാൾ ഒരെണ്ണം തന്നെ യൂസ് ചെയ്യാണ്ട് ഇടയ്ക്ക് നമ്മൾ സ്ക്രബ്ബറൊക്കെ മാറ്റി കൊടുക്കണ പോലെ ആ തുണിയും ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോ ഫൈബറിൻ്റെ തുണിയാട്ടോ. ഇപ്പം മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ഒരു സെറ്റ് നമുക്ക് ചെറിയ വിലയ്ക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഉണക്കി വെച്ചാൽ ഇതിന് തീരെ സ്മെല്ലുണ്ടാവില്ല.
നമുക്കിങ്ങനെ ഭംഗിയുള്ള കിച്ചണുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്കിങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള കിച്ചണുകൾ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കുറേ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കിച്ചൺ കാണുമ്പോൾ ഇതുപോലൊരു കിച്ചൺ ആയിരുന്നെങ്കിൽ എന്ന് വെറുതെ എങ്കിലും ആഗ്രഹിക്കും. കാരണം അതിങ്ങനെ നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ അതൊരു രസം, നമുക്ക് അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കുക്ക് ചെയ്യാനൊരു രസമായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ കിച്ചണൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതെന്തിട്ടെന്ന് മനസ്സിലായോ? ഫവൽക്കട പോക്കറ്റിലുണ്ടാവണ ചില്ലറ പൈസയൊക്കെ ഫവൽ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിൻഡോസ് തുടങ്ങുമ്പോൾ വിൻഡോസൊക്കെ ഞാൻ ചിലപ്പോൾ മന്തിലിയൊക്കെ തുടക്കുള്ളൂ കേട്ടോ. വീക്കിലൊന്നും എനിക്ക് നേരം കിട്ടുമൊന്നുമില്ല, മന്തിലിയൊക്കെ തുടക്കുള്ളൂ. ആ ടൈമിൽ ഇങ്ങനത്തെ ചില്ലറ പൈസ ഒക്കെ കിട്ടും. അതിലിപ്പോൾ ഈ ഒരു പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാലും അവരങ്ങോട്ടേക്ക് എടുക്കൂല കേട്ടോ. ഇതെൻ്റെ ആയുധമാണ് കേട്ടോ. എന്തിനുള്ള ആയുധമെന്ന് മനസ്സിലായി? ചില സമയത്ത് സിങ്ക് വന്ന് അടയൂലേ, ആ ടൈമിൽ ഇപ്പോൾ നമ്മൾ ചോറുമറ്റൊക്കെ നമ്മൾ ചില സമയത്ത് കഴുകുമ്പോൾ ഇങ്ങനെ കടഞ്ഞിരിക്കുമ്പോൾ അതിന് വേറെ ടിപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. എന്നാലും എമർജൻസി കേസിലൊക്കെ ഉപയോഗിക്കുന്നൊരു കത്തി പോലത്തെ, ഇതിനെന്താ പറയുക, അതുകൊണ്ട് ഞാൻ കുത്തി കൊടുക്കട്ടെ. അത് ഇവിടെ യൂസ് ചെയ്യുന്ന സാധനമല്ല, ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചേക്കണം കേട്ടോ. വിൻഡോയിൽ നല്ല പൊടി ഉണ്ടാവും, കാരണം അപ്പുറത്തൊക്കെ കണ്ടില്ലേ ബിൽഡിംഗ് പണിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മുടെ ജനാല തുറക്കുമ്പോഴുള്ള ഒരു ഒന്നൊന്നര വ്യൂ ആണ് കേട്ടത്. കണ്ട അപ്പുറത്ത് തന്നെ വലിയൊരു ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട്. അപ്പുറത്ത് മാത്രമല്ല കേട്ടോ, ഇപ്പുറത്തും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടികൾ വന്ന് വരുമ്പോഴും ഈ കണ്ട മണ്ണൊക്കെ കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ബിൽഡിംഗ് പണി. ഞങ്ങളുടെ തൊട്ടിപ്പുറത്തും ഒരു ബിൽഡിങ് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പണി നടക്കുന്നത് നല്ലോണം പൊടി വരും. എന്നാലും രക്ഷയില്ലാത്ത ചൂടുകൊണ്ട് ഞാൻ തുറന്നിടുന്നതാണ് ജനല. ഫുൾ ടൈം തുറന്നിടാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് നേരം തുറക്കും, പിന്നെയും ഞാൻ അടയ്ക്കും, പിന്നെയും ഞാൻ തുറക്കും. അതിൽ ചൂടായതുകൊണ്ട് തന്നെ. പിന്നെ ആ കാണുന്നതായിട്ട് നമ്മൾ ബർക്കയിലേക്കുള്ള മെയിൻ റോഡ്, അത് മെയിൻ റോഡാണ്. അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഈ കാറ്റ് വന്ന് വീശുമ്പോഴൊക്കെ നല്ലോണം പൊടി വരും. പിന്നെ ബിൽഡിങ്ങിൻ്റെ അവിടെ ചെറുതായിട്ട് ബംഗാളികൾ താമസിക്കുന്ന ഒരു ഷെഡാണ് അത് കേട്ടോ. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ നോക്കട്ടെ, പൊരി വൈരത്ത് അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം കാണുമ്പോഴും പണിയെടുക്കണൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. എൻ്റെ വിൻഡോ എത്ര തുടച്ചാലും കണ്ടില്ലേ ഈ പൊടി കണ്ട, ഇത് ഉള്ളിൽ നിന്നുള്ള പൊടിയല്ല കേട്ടോ, പുറത്തുനിന്നുള്ള പൊടിയാണ്. പക്ഷെ ഇത് എനിക്ക് വൃത്തിയാക്കാൻ ഒരു നിർവാഹവും ഇല്ല. ഇതിൻ്റെ നമ്മൾ തുറന്ന് തുടയ്ക്കാനുള്ള ഒരു ഇത് അവർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ ഫ്ലാറ്റിൽ താമസിച്ചിടത്തോളത്തൊക്കെ തുറന്ന് തുടയ്ക്കാനും ഗ്ലാസ് ഊരാനും അങ്ങനെയൊക്കെ പറ്റും. ഇവിടെ അതിനൊന്നും പറ്റില്ല. ഇവിടുത്തെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേരിക്കുകയാണ്. അതൊരു തുറക്കാൻ പറ്റുന്ന പാകത്തിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് തുടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പൊടി കാണുമ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ പൊടി തൂളി നിൽക്കണമെന്ന്. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെ ഞാൻ തുടക്കിയോണ്ട് തന്നെ അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ജനലുമ്മലൊക്കെ അപ്പുറത്തുനിന്ന് വരുന്ന പൊടി വന്ന് പിടിക്കും നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ എന്നല്ലാണ്ട് ഉള്ളിൽ അങ്ങനെ പൊടികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിൻഡോ എപ്പോഴും കിച്ചൺ നീറ്റായി തന്നെ വയ്ക്കുക. നെറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വ്യൂ ഉണ്ടാവും, നല്ല പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുക്ക് ചെയ്യാനൊക്കെ നമുക്കൊരു ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മളെ ഞങ്ങളെ ഫ്രിഡ്ജ് ഒരു ചെറിയ ഫ്രിഡ്ജാട്ടോ, അതുകൊണ്ട് തന്നെ തുടയ്ക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതും കൂടെ തുടയ്ക്കും. ഞാൻ ഫ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന ടവൽ മാറ്റണമെന്ന്. അപ്പോൾ ആ ടവൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്, അധികം മെസ്സി ആവലില്ല കേട്ടോ. അപ്പോൾ ഞാനത് വിൻഡോസ് തുടയ്ക്കാനും ഫ്രിഡ്ജ് തുടയ്ക്കാനും പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് തുടയ്ക്കാനൊക്കെ ആയിട്ട് ആ ഒരു തുണിയാട്ടോ യൂസ് ചെയ്യുക. ഞങ്ങൾ ഈ ഫ്രിഡ്ജ് ഒരുപാട് ഞാൻ ഇവിടെ ഒമാനി വന്ന ടൈമിലുള്ള ഫ്രിഡ്ജാട്ടോ, അതുകൊണ്ട് തന്നെ തുരുമ്പിച്ച് തുടങ്ങി. ഫ്രിഡ്ജ് കേടായി, നാശമായി. ഒരു വിധത്തിലാണ്, കുറച്ചൊക്കെ തണുപ്പ് വരുന്നുള്ളൂ. എന്നാലും പോണോടത്തോളം പോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങനെ ഉന്തിയും തള്ളിയും കൊണ്ടുപോട്ടെ. 2 വട്ടം നന്നാക്കി. പക്ഷേ പണ്ടത്തെ തണുപ്പ് കിട്ടണില്ല. ഐസാവാനൊക്കെ ഒത്തിരി പാടാണ്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ, അത് തുരുമ്പിച്ചതാണ്. തുടച്ചിട്ട് പോകാണ്ടാവുമ്പോൾ ഇതല്ല കേട്ടോ, അഴുക്കല്ല കേട്ടോ അത്. നമ്മൾ തുണിയുടെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇത് നൈറ്റ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴിയുമല്ലോ, ഇത് ഞാൻ നൈറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലിക്വിഡ് തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റീൽ ബോളുണ്ടല്ലോ അതുകൊണ്ട് നല്ലോണം ഇത് ഉരച്ച് കൊടുത്താൽ തന്നെ നമ്മൾ ആ അഴുക്കൊക്കെ ഡെയിലി തന്നെ പോയി കിട്ടും. ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് അലക്കല്ലുമ്മ കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് അലക്കൊന്നും വേണ്ട, അവിടെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഉരച്ചിട്ടാൽ മതി. ഡെയിലി ഇങ്ങനെ ഉരക്കിനെങ്കിൽ അഴുക്കേ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ചില ടൈമിൽ ഈ മഞ്ഞപ്പൊടിയുടെ കറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അതടക്കം പോവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മളെ ഈ ടവലുണ്ടല്ലോ അത് കുറേ നാൾ യൂസ് ചെയ്യുക. എന്നിരുന്നാൽ പോലും നമ്മൾ ഇടയ്ക്ക് ടവലും മാറ്റണം. കഴുകി നല്ലോണം വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് നീർത്തിയിട്ട് കൊടുക്കും. അപ്പോൾ നാളേക്ക് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ. അഴുക്കോട് കൂടിയിട്ടാണ് നമ്മളിത് പിഴിഞ്ഞിടുന്നത് വെച്ചാൽ പിറ്റേ ദിവസം വെള്ളമാക്കുമ്പോൾ വീണ്ടും കുഴാന്ന് തന്നെ ഇരിക്കും. ഇതിപ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ആ സ്പോഞ്ച് ഉണ്ടല്ലോ, കഴുകണ സ്പോഞ്ച്, അത് ഡെയിലി രാത്രി അത് നമ്മൾ ബാക്കി
സോപ്പും അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട്. ഇപ്പോൾ ചിലവർ ലിക്വിഡൊക്കെ കളയാൻ മടിയായിട്ട് അങ്ങനെ വെക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല, പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു ജാതി നാറ്റായിരിക്കും ഈ സ്ക്രബ്ബറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉള്ള സോപ്പും പൊടിയൊക്കെ ഇതുപോലെ നല്ലോണം കഴുകി പിഴിഞ്ഞുണക്കി വെക്കുക, അല്ലെങ്കിൽ നല്ലോണം അണുക്കൾ വർദ്ധിക്കും. ഈ സ്പോഞ്ചൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീക്കിലി മാറ്റണം എന്നാട്ടാ പറയുന്നത്. പക്ഷെ ഞാൻ വീക്കിലി ഒന്നും മാറ്റാറില്ല, മന്ത്ലി ഞാൻ മാറ്റാറുണ്ട് കേട്ടോ. ഞാൻ മാറ്റുമ്പോഴില്ലേ പഴയത് മാറ്റണത് ഞാൻ മറ്റുള്ളത് കഴുകാൻ പോയി ഗ്യാസ് സ്റ്റൗവൊക്കെ ഞാൻ പറഞ്ഞില്ല വീക്കിലി ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി എടുക്കുന്നു. അതിന് വേണ്ടി ഞാനിത് മാറ്റിക്കിടാം. ഒരു മെഴുക്കുള്ള ടൈമിൽ ഇപ്പോൾ നമ്മൾ മെഴുക്കൊക്കെ കളയൂലേ സിങ്കിൽ, അപ്പോൾ ഞാൻ ഇതുകൊണ്ടാട്ടാ കഴുകുക. പിന്നെ ഞാൻ സ്റ്റീൽ കൊണ്ട് തന്നെയാണ് കൂടുതലും ഉരച്ച് കഴുകൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഇതും ഇങ്ങനെ മാറ്റി വെച്ച് ഇനി മറ്റേത് കളയുമ്പോൾ അങ്ങനെ മാറി ഞാൻ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ഈ സ്പോഞ്ച് ഭയങ്കര സോഫ്റ്റ് സ്പോഞ്ചാട്ടോ, പക്ഷെ എനിക്കതാ ഇഷ്ടം. കഴുകാനൊക്കെ നല്ല കൈക്ക് വഴങ്ങണ സ്പോഞ്ചാണ്. ചില സ്പോഞ്ചുകൾ കൈ കൊണ്ടിട്ട് തിരുമ്പിയാൽ തീരെ ഇതാവില്ല. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കംപ്ലീറ്റ് നല്ലോണം ആ സോപ്പും വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ് ഇതിങ്ങനെ ഉണക്കി വയ്ക്കും കേട്ടോ. പിറ്റേ ദിവസം വരുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നൂല ഇത് പിടിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആദ്യം മണമായിരിക്കും. നമ്മളെ സിങ്കിലത്തെ ഈ അഴുക്കൊക്കെ പോകാനില്ല, നമ്മൾ 2 മാസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് ഹാർപ്പിക്കിൻ്റെ ഡ്രെയിൻ ക്ലീനേജ്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ഡ്രെയിനേജ് ഓപ്പൺ ആക്കാനുള്ള ലിക്വിഡായിട്ടും പൊടിയായിട്ടും ഒക്കെ. അത് നമ്മൾ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ, അണുക്കളില്ലാണ്ടിരിക്കാനും പിന്നെ ഈ വന്നടയാണ്ടിരിക്കാനും. എനിക്കിങ്ങനെ പൊതുവെ എപ്പോഴും വന്നടയും കേട്ടോ. ഇത് വാങ്ങി പിന്നെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. സ്റ്റക്കായി എന്ന് കാണുമ്പോൾ സ്റ്റക്കായി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചെടുക്കലുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കിച്ചൺ ഡെയിലി തുടയ്ക്കണം. എല്ലായിടവും ഡെയിലി തുടങ്ങും. ഞാൻ എല്ലായിടവും ഡെയിലി തുടയ്ക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ അടഞ്ഞെടുക്കണോണ്ട് തന്നെ അവിടെ എല്ലായിടവും തുടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കിച്ചൺ നമ്മൾ ഡെയിലി തുടയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും വെള്ളമായിട്ടും പിടിച്ചൊക്കെ എന്തായാലും മെസ്സി ആയിരിക്കും കിച്ചൺ. അപ്പോൾ ഡെയിലി പരമാവധി തുടയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും നീറ്റായിരിക്കും. നീറ്റായ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നറിയോ, നമുക്ക് പണിയെടുക്കാൻ ഒരു മുഷിപ്പ് തോന്നൂല. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നല്ലോണം കിതയ്ക്കുന്നുണ്ട് കേട്ടോ, അതെന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെ കിച്ചൺ ഇതാട്ടാ. എൻ്റെ വലിയ ആർഭാടമായ കിച്ചണൊന്നുമല്ല, പക്ഷെ ഉള്ള കിച്ചൺ ഞാനിങ്ങനെ അടുക്കുപെറുക്കി എൻ്റേതായ രീതിയിൽ അടുക്കുപെറുക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കിച്ചൺ ടിപ്സുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇനിയും പുതിയ കുക്കിങ്ങും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.